ഹലോ എവരിവൺ, വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അടുത്ത മിസ് ആണ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ ഇക്കൊല്ലം അതായത് ഈ ഒരു അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യാലിറ്റി നിറഞ്ഞതാണ്. നമ്മുടെ പാഠപുസ്തകം മാറുന്നുണ്ട്, നമ്മുടെ സിലബസ് മാറുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എല്ലാവരും ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയായ LSS എക്സാമും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് ഈ ഒരു വർഷമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അടിപൊളിയായി നമ്മുടെ LSSന് വേണ്ടി ഇപ്പം തന്നെ ഒന്ന് പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് മക്കളെ ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു മാറുന്ന പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ ജീവികളും ചുറ്റുപാടും, ഓർഗാനിസം ആൻഡ് സറൗണ്ടിങ്. അപ്പൊ ഈ ഒരു യൂണിറ്റില് എങ്ങനെയെല്ലാമാണ് LSSന്റെ ചോദ്യങ്ങൾ വരിക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ചില ചോദ്യങ്ങളായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാവുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത്? The name given to the organism that complete their life cycle in water and on land. അതായത് വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, അതേപോലെ തന്നെ കരയിലും ജീവിക്കാൻ പറ്റും. അങ്ങനെ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന അത്തരം ഓർഗാനിസത്തിനെ നമ്മൾ ഒരു പേര് വിളിക്കും. ആ പേരെന്താണ്? അതാണ് നമ്മുടെ ചോദ്യം. എത്ര മക്കൾക്ക് ഉത്തരം പറയാം? നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ആൻസർ എന്ന് പറയുന്നത് ആംഫീബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികളാണ്. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ന്യൂട്ടുകൾ, അതുപോലെ തന്നെ ഫ്രോഗ്, സിസിലിയൻ, ഇവയൊക്കെ നമ്മുടെ ആംഫീബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ആമ്പൽ, താമര എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു, കാരണം എന്ത്? വൈ വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് ഫ്ലോട്ടിംഗ് ഇൻ വാട്ടർ. അപ്പൊ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. സാധാരണഗതിയിൽ ഒരു റോസാ ചെടി അല്ലെങ്കിൽ ഒരു ചെമ്പരത്തിയൊക്കെ വെള്ളത്തിൽ കുഴിച്ചിട്ടാൽ അത് അങ്ങനെ കുറെ കാലം ഒന്നും നിൽക്കത്തില്ല, അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. പക്ഷെ അതേസമയം നമ്മുടെ ആമ്പലും താമരയും ഒക്കെ എന്താണ്, ദീർഘകാലം വെള്ളത്തിൽ നിൽക്കും. കാരണം അത് വാട്ടർ പ്ലാന്റ്സ് ആണ്, അതൊരു ജലസസ്യമാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അവ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ അതിന്റെ ഒക്കെ അനുകൂലനങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തൊരു ഭാഗം കൂടിയാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? അവയുടെ സ്റ്റെംസിലും അവയുടെ ലീവ്സിലും ഉണ്ട് മക്കളെ, എയർ ക്യാവിറ്റീസ് അല്ലെങ്കിൽ വായു അറകളുണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ ഉത്തരം. ഒരു കാര്യം കൂടി മിസ് പറഞ്ഞുതരാം. നമ്മുടെ LSSന് എക്സാംസ് വരുന്നത് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടന്മാരൊക്കെ എഴുതുന്ന കോമ്പറ്റേറ്റീവ് എക്സാം പോലെ ഓപ്ഷൻസ് തന്ന് ശരിയായിട്ടുള്ളത് എഴുതാൻ വേണ്ടിയൊന്നും അല്ല. ചിലത് അങ്ങനെ വരും, പക്ഷെ ചിലത് എന്താണ്, നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ വരും. ചിലത് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊക്കെ വരും. അപ്പൊ ഏത് രീതിയിലും നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരം എഴുതാൻ അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അദ്ദേഹത്തിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മക്കളൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ആർതർ ടെൻസ്ലി. ഓക്കെ, ആർതർ ടെൻസ്ലി. ഇനി നമ്മൾ ഇത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഏറ്റവും വലിപ്പം കൂടിയ തവളകൾ ഏതാണ്? വാട്ട് ആർ ദ ലാർജസ്റ്റ് ഫ്രോഗ്? ഏറ്റവും വലിപ്പം കൂടിയ തവള ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നിങ്ങൾക്ക് അറിയാവോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻസർ ഇവിടെ മിസ് പറഞ്ഞുതരാം: ഗോലിയാത്ത് തവളകൾ. ഇനി ഒരു ചോദ്യം കൂടി ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. മത്സ്യങ്ങൾ ശ്വസിക്കുന്നതിന് സഹായിക്കുന്ന അവയവം ഏതാണ്? അല്ലെ, ഫിഷൊക്കെ ബ്രീത്ത് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഓർഗൻ ഏതാണ്? അവയവം ഏതാണ്? നമ്മുടെ ഫിഷിന്റെ അഡാപ്റ്റേഷനിൽ കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവയുടെ സ്കെയിൽസ് എന്തിനാണ്, അവയുടെ ഫിൻസ് എന്തിനാണ്, അവയുടെ ഗിൽസ് എന്തിനാണ്. അപ്പൊ ശ്വസിക്കുന്നതിന് സഹായിക്കുന്നത് ഏതാണ്? ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ LSSന് നിങ്ങൾ പഠിക്കാൻ തുടങ്ങി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റാർട്ടിങ് തൊട്ടേ എന്റെ മക്കൾ പഠിക്കുക. അപ്പൊ എനിവേ ഇനിയും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ അങ്ങ് പഠിക്കുക കേട്ടോ. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തറവായാൽ മാത്രമേ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ സൈലത്തിന്റെ പ്രാണ ബാച്ച് ഉണ്ട്. അത് 4ാം ക്ലാസ്സിലെ മക്കൾക്കാണ്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ 5നും 6നും 7നും 8നും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ക്ലാസ്സിലും സൈലം പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ബാച്ചിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാനായിട്ട് ഈ ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ 4ാം ക്ലാസ്സിലെ മക്കളായതുകൊണ്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് ഏത് ബാച്ചിലാണ്? നമ്മുടെ സ്വന്തം പ്രാണ ബാച്ചിലാണ്. അപ്പൊ ബാച്ചിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എല്ലാ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോസും ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിവേ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. നമ്മളിത് അടിപൊളിയായിട്ട് ഈ ഒരു അക്കാദമിക് സെറ്റ് ആക്കാൻ പോവാണ്, പവർ ആക്കാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.